വെയ്റ്റ് ലിഫ്റ്റിംഗ് പരിശീലകനെതിരെ പീഡന കേസ്. സ്പോർട്സ് കൌൺസിലിന്റെ മലപ്പുറത്തെ പരിശീലകനെതിരെയാണ് കേസ്. പരിശീലകനായ മുഹമ്മദ് നിഷാഖ് മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു. പരിശീലകനെതിരെ തേനിപ്പലം പോലീസ് കേസെടുത്തു. യൂനുസ് അഹമ്മദ് ചേരുന്നു. യൂനുസ്, എന്താണ് സംഭവം? ഇനി 3 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നിലവിൽ പരാതി നൽകിയത്. അതിലൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ പീഡന പരാതി നൽകിയത്. അത് മത്സരത്തിന്റെ യാത്രക്കിടെ പീഡിപ്പിച്ചു, അത് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു പരാതി നൽകുന്നു. അതോടൊപ്പം ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വന്ന് അശ്ലീലമായി പെരുമാറി എന്നുൾപ്പെടെയുള്ള ഒരു പരാതിയാണ് ഒരു പെൺകുട്ടി ഉന്നയിക്കുന്നത്. മറ്റു 2 പേർ ഉന്നയിക്കുന്നത് ഈ പണം ആവശ്യപ്പെട്ടു, അതോടൊപ്പം ആക്രമിച്ചു എന്നുള്ള ഒരു പരാതിയാണ് മറ്റു 2 പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. ഈ ഒരു കാര്യം പറയുന്നത്, പെൺകുട്ടികൾ പറയുന്നത്, ഈ ടീമിൽ ഉൾപ്പെടുത്തില്ല, അതോടൊപ്പം മത്സരത്തിൽ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഈ പരിശീലകന്റെ അതിക്രമം ഉണ്ടായത് എന്നാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. ഇത് 2024 ജനുവരി മുതൽ ഡിസംബർ ഒരു കാലയളവിലാണ് ഈ ഒരു അതിക്രമവും നടക്കുന്നത്. ആ സമയത്ത് ഈ പെൺകുട്ടികൾ മൈനറാണ്, ഈ 18 വയസ്സ് പൂർത്തിയായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഏതൊക്കെ വകുപ്പുകളാണ്? പല പരാതികളുണ്ടല്ലോ. പല പരാതിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇയാൾക്കെതിരെ പോക്സോ അടക്കം ചുമത്തിയത്. ഏതായാലും ഇപ്പോൾ പ്രത്യേകിച്ച് കുടുംബം കോട്ടക്കൽ പോലീസിനെതിരെ വലിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം ജൂൺ 4-ന് കോട്ടക്കൽ പോലീസിന് പരാതി നൽകി. ആ പരാതി നൽകിയ സാഹചര്യത്തിൽ കുട്ടികളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കോട്ടക്കൽ പോലീസ് ഈ കുടുംബത്തെ പറഞ്ഞ് മടക്കി വിടുകയായിരുന്നു. അതിനെതിരെ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇവർ ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഒരു കേസെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആരോപണ വിധേയൻ ഈ മലപ്പുറം പ്രത്യേകിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി വലിയ ബന്ധമുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുടുംബം കോട്ടക്കൽ പോലീസ് ഇപ്പോൾ തേഞ്ഞിപ്പാലം പോലീസിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ പരിധിയിലാണ് സംഭവം എന്ന് നിലയ്ക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ വ്യക്തി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. അദ്ദേഹം അധ്യാപകനാണ്, നിലവിൽ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു താൽക്കാലിക പരിശീലകൻ കൂടിയാണ്. ഇപ്പോൾ ആ സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. അത് വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് തന്നെയാണ്. ശരി യൂനുസ്.